സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കള്ള് കുടിക്കാനായിട്ടുള്ളൊരു പ്രോത്സാഹനമല്ല പറയുന്നത്. എന്നാലും നമ്മുടെ കേരള സർക്കാർ ഈ ഈ കള്ള് കുടിക്കുന്നവരെ പറ്റിച്ചുകൊണ്ട്, എല്ലാവർക്കും അറിയാം, ഈ അവിടുത്തെ സർക്കാരിൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, നമ്മുടെ ലോട്ടറിയും മദ്യവും കൊണ്ടാണ് നമ്മുടെ സർക്കാർ ജീവിക്കുന്നത്. എന്നാൽ മാന്യമായ രീതിയിൽ അവർക്ക് മദ്യം കൊടുക്കുമോ? അതുമില്ല. ഇപ്പം കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ ജവാൻ റമ്മ. ജവാൻ റമ്മിന് എനിക്ക് എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു ഫുൾ ബോട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ 490 രൂപ, ഒരു ലിറ്ററിന് 650 രൂപ. ഇതാണ് ജവാൻ റമ്മിൻ്റെ വില. പക്ഷെങ്കിൽ ആ മേടിക്കുമ്പോൾ തന്നെ ആ കുപ്പി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് കഴിഞ്ഞ ഹാൻഡിക്യാപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കൊടിയ പോലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കുപ്പിയുടെ ഒരു ഷേപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോൾ വില കൂട്ടി. ഞാൻ ഇപ്പോൾ ബോംബെ എന്ന് പേരിക്കറിയാം, വില കൂട്ടി. ആ വില കൂട്ടിയെങ്കിലും അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒത്തിരി മദ്യങ്ങൾ പുതുതായിട്ട് ഇറക്കി. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. വേണ്ട, ഈ മദ്യം നിങ്ങൾ കാണണം. ഇതിൻ്റെ പേര് ഡെർബി സ്പെഷ്യൽ. ഇതല്ല, ഇതിനെക്കാട്ടിലൊക്കെ ഉണ്ട്. ഇതിന് 660 രൂപയേ ഉള്ളൂ ഒരു ഫുൾ ബോട്ടിലിന്, ഒരു 700 പക്ഷേ എന്ത് ഡീസൻ്റായ രീതിയിലാണ് ഈ ബോട്ടിൽ. പ്ലാസ്റ്റിക് കുപ്പിയൊന്നുമല്ല, നല്ല കുപ്പിക്കകത്ത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു മദ്യമാണെന്ന് അറിയാം. 660 രൂപ. ഇങ്ങനെയുള്ള ഒത്തിരി 600 രൂപ തൊട്ട് ഒരു ഫുൾ ബോട്ടിൽ കിട്ടുന്ന ഒരു ഇത് ഇവിടുത്തെ മഹാരാഷ്ട്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കേരള സർക്കാർ പൈസ മേടിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഡീസൻ്റായ രീതിയിൽ കച്ചവടം നടത്താൻ പോലും അവർക്കറിയത്തില്ല. ആ മഹാരാഷ്ട്ര സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കാൻ പറ്റത്തുള്ളൂ. നല്ല സൂപ്പർ കുപ്പി, ഗ്ലാസിൻ്റെ കുപ്പി, അല്ല പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഹാൻഡിക്യാപ്പൊന്നുമല്ല. അപ്പോൾ ഇത് പിന്തുടരാനെങ്കിലും, മഹാരാഷ്ട്ര സർക്കാരിനെ പിന്തുടരുന്നെങ്കിലും ഈ കേരള സർക്കാർ കുടിയന്മാരുടെ നിന്ന് പൈസ മേടിക്കുന്ന അവരെ ഡീസൻ്റായിട്ട് കുടിപ്പിക്കാനെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഗുഡ് നൈറ്റ്.